പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപം രൂക്ഷമാണ്. പാകിസ്ഥാൻ ഭീകരരാഷ്ട്രമാണെന്നും ബലൂചിസ്ഥാൻ വിഭജിക്കണമെന്നും ബലൂച്ച് ലിബറേഷൻ ആർമി ആവശ്യപ്പെട്ടു. 51 കേന്ദ്രങ്ങൾ ആക്രമിച്ചുവെന്ന് BLA വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നും പാകിസ്ഥാന് മുന്നറിയിപ്പ് നൽകുകയാണ്. സായികുമാർ ന്യൂസ് ഡെസ്കിൽ നിന്ന് വിവരങ്ങളുമായി. സായികുമാർ, ഇപ്പോൾ ഇന്ത്യക്കെതിരെ പാക് സൈന്യം ആക്രമണം നടത്തുന്നതിനിടയിലാണ് അവിടെ ബലൂച്ച് ലിബറേഷൻ ആർമിയുടെ പോരാട്ടം നടക്കുന്നത്. 51 കേന്ദ്രങ്ങൾ ആക്രമിച്ചു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്താണ് ഇപ്പോൾ ഒരു വാർത്താക്കുറിപ്പിലൂടെയാണോ എന്താണ് ബലൂച്ച് ലിബറേഷൻ ആർമി ഇപ്പോൾ വിശദീകരിക്കുന്നത്? സ്മൃതി, ഇന്ത്യയുടെ ആക്രമണത്തിനോടൊപ്പം തന്നെ പാകിസ്ഥാൻ നേരിട്ട വലിയ തിരിച്ചടിയാണ് ബലൂച്ച് ലിബറേഷൻ ആർമി അവിടെ ശക്തിപ്പെടുത്തിയ ആക്രമണം. ഇപ്പോൾ അവർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറയുന്നത് ഏകദേശം 51 സ്ഥലങ്ങളിൽ 71 ഏകോപിതമായിട്ടുള്ള ആക്രമണങ്ങൾ തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ ഉത്തരവാദിത്വം BLA ഏറ്റെടുക്കുകയാണ്. അതിൽ പാക് സൈനിക ഉദ്യോഗസ്ഥരടക്കം കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. അവരുടെ സൈനികർക്കെതിരെ പോലും ആക്രമണങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ ശക്തമായിട്ടുള്ള ആക്രമണങ്ങളിലേക്ക് ഈ സമയത്ത് ബലൂച്ച് ലിബറേഷൻ ആർമി പോവുകയും ചെയ്തു. ഇതിൽ അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ശത്രുവിനെ ആക്രമിക്കുക എന്നത് മാത്രമായിരുന്നില്ല ഈ ഘട്ടത്തിൽ തങ്ങളുടെ ഉദ്ദേശം. ഇതൊരു മുന്നറിയിപ്പ് കൊടുക്കൽ കൂടിയായിരുന്നു. ഭാവിയിൽ ഇതിനേക്കാൾ വലിയ സംഘടിതമായ ആക്രമണം പാക് സേനയ്ക്ക് മേൽ തങ്ങൾ നടത്തും എന്നുള്ളതിൻ്റെ ഒരു മുന്നറിയിപ്പ് കൂടിയായി ഇതിനെ കാണണം എന്നാണ് ഈ പ്രസ്താവനയിൽ പറയുന്നത്. അതോടൊപ്പം ലോകരാജ്യങ്ങളോടും ഇന്ത്യയോടുമായി BLA പറയുന്നൊരു പ്രധാനപ്പെട്ട കാര്യം, പാകിസ്ഥാൻ ഭീകരവാദ പ്രസ്ഥാനങ്ങളെ പാലൂട്ടി വളർത്തുന്ന ഒരു രാജ്യമായി മാറിയിരിക്കുകയാണ്. ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ്, ISIS തുടങ്ങിയ ഭീകര സംഘടനകളുടെ ബ്രീഡിംഗ് ഗ്രൗണ്ടാണ് പാകിസ്ഥാൻ എന്നാണ് പ്രസ്താവനയിൽ പറയുന്നത്. ഒപ്പം അക്രമാസക്തമായ പ്രത്യയശാസ്ത്രമുള്ള ഒരു ആണവ രാഷ്ട്രമായി ഇതിനോടകം പാകിസ്ഥാൻ മാറിയിട്ടുണ്ട്. കൈകളിൽ രക്തം പുരണ്ട ഒരു രാഷ്ട്രമാണ് പാകിസ്ഥാൻ. എല്ലാ വാഗ്ദാനങ്ങളും ആ രക്തത്തിൽ മുങ്ങി. അതോടൊപ്പം ഇന്ത്യയോട് അവർ പറയുന്നത്, ഇപ്പോൾ ഒരു വെടിനിർത്തൽ കരാറൊക്കെ പാകിസ്ഥാൻ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും ഒരു കാരണവശാലും പാകിസ്ഥാനെ വിശ്വസിക്കരുത്. അവസരം കിട്ടിയാൽ അവർ തിരിച്ചടിക്കുന്ന സാഹചര്യം ഉണ്ടാകും. പാകിസ്ഥാനെ ഒരു കാരണവശാലും വിശ്വാസത്തിലെടുക്കരുത്. അങ്ങനെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല പാകിസ്ഥാൻ എന്നുള്ളതാണ്